എന്താ മോളെ വല്ലാതിരിക്കുന്നു? രാവിലെ സന്ദീപിനെ കാണാൻ പറ്റാത്തതിന്റെ വിഷമാണോ? മനസ്സിന് പേടി തോന്നുന്നോ? എന്തിന്? ഒരാപത്തും സംഭവിക്കില്ല. നമ്മള് ദേവിയെ തൊഴാൻ പോവല്ലേ. മനസ്സ് ശാന്തമാക്കി ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മോള് ദേവിയോട് പ്രാർത്ഥിക്കും. അപ്പോ മനസ്സിന്റെ ഈ പേടിയും വിഷമവും ഒക്കെ മാറിക്കോളും. വാ. എന്താ ദേവൂട്ടി മോളെ, സുഖം തന്നെയല്ലേ? എന്റെ കണ്ണീന്ന് രക്ഷപ്പെട്ട് ഭൂമിയിലോ പാതാളത്തിലോ സ്വർഗത്തിലോ എവിടെ ഒളിച്ചാലും നിനക്ക് രക്ഷയൊന്നും ഇല്ല മോളെ. നീ എവിടെ ഉണ്ടെങ്കിലും ഒരു വേട്ടനായെ പോലെ മണം പിടിച്ച് നിന്റെ പിന്നാലെ ഈ ഗഗൻ എത്തിയിരിക്കും. അതെ, അത്രയും ദൂരത്ത് നിന്ന് നിന്നെ ഒരു നോക്ക് കണ്ട് സായുജ്യം അടഞ്ഞിട്ട് തിരിച്ചു പോകാനല്ല ഞങ്ങൾ വന്നത്, കൊണ്ടുപോകാനാ. നിന്നെ കൊണ്ടുപോകാൻ. നിങ്ങൾ എന്ത് തോന്നിയ പറയുന്നേ? ഇവളെ കൊണ്ടുപോകാനോ? അതിന് നിങ്ങൾക്ക് എന്ത് അവകാശം? ഇവളിന്ന് മറ്റൊരാളുടെ ഭാര്യ. ഓ, ആ കഥയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അവൻ ഇവളുടെ കഴുത്തിൽ പേരിനൊരു താലി ചേർത്തിയെന്നല്ലേ ഉള്ളൂ. അല്ലാതെ അവരിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ആ കഥയൊക്കെ ഞങ്ങൾക്കറിയാം. നിനക്കതിനുള്ള യോഗം ഈ ഗഗന്റെ കൂടെയാണ്. എന്റെ ഭാര്യയായിട്ട് നീ അവിടെ മൂകാംബികയിൽ ജീവിക്കും. കേട്ടോടി? ഓടിയോടെ എനിക്ക് നിക്കടിയോടെ. പോന്ന നീ അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതിയോടി? എന്താണ് ഇത്? നോട്ട് റോട്ടിലാണോ പെണ്ണുങ്ങളോട് നിന്റെ അക്രമം? എന്താണ് ഇത്? നിന്റെ ഒക്കെ ഗുണ്ടായിസോ? മാഡം,
ഇവള് മൂകാംബയിൽ നിന്ന് ഒളിച്ചോടി വന്നതാ. ഇവളെ തിരിച്ചു കൊണ്ടുപോകാനാ. ഒളിച്ചോടി വന്നതാണെന്ന് നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? അഥവാ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പബ്ലിക് റോഡിലൂടെ ഓടിച്ചിട്ടാണോ ഒരു പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് പോകുന്നേ? നിന്നെയൊക്കെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കുന്നുണ്ട്. സാജ, രണ്ടെണ്ണത്തിന് ചവിട്ടിയെടുത്ത് വണ്ടി ഇനി 2-3 വർഷക്കാലം നിനക്ക് സർക്കാരിന്റെ ഗസ്റ്റായിട്ട് ജയിലിൽ കിടക്കട്ടെ. ശബ്ദിച്ചു പോരുത്. മേഡം, ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല. സാജ, ഒരു വൈറ്റ് പേപ്പർ എടുക്കും. കുട്ടി, ഇതിൽ പേരെഴുതി സൈൻ ചെയ്തേക്കും. അഡ്രസ്സും കൂടി എഴുതിയേക്ക്. പരാതിയൊക്കെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഇവന്മാരെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചോളാം.